നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നവംബർ മാസം 1 മുതൽ നവംബർ മാസം 30 വരെയുള്ള ഒരു മാസം 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ മാസത്തിൽ 1-ാം തീയതി തന്നെ ശുക്രൻ സ്വന്തം രാശിയായ തുലാത്തിലേക്ക് മാറുന്നു. വീണ്ടും 25-ാം തീയതി ശുക്രൻ വൃശ്ചികത്തിലേക്കും സംക്രമിക്കുന്നു. അതായത് 1-ാം തീയതി ശുക്രൻ സ്വന്തം രാശിയായ തുലാത്തിലും പിന്നെ 25-ാം തീയതി വീണ്ടും വൃശ്ചികത്തിലേക്കും സംക്രമിക്കുന്നു. 17-ന് സൂര്യൻ വൃശ്ചിക രാശിയിലേക്കും 23-ന് ബുധൻ പുറകോട്ട് സഞ്ചരിച്ച് വീണ്ടും തുലാം രാശിയിലേക്കും എത്തുന്നു. ആദ്യം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. കുടുംബത്തിൽ പൊതുവെ സാമ്പത്തികവും ഭൗതികവുമായ നേട്ടവും ജോലിസ്ഥലത്ത് ഭൗതിക നേട്ടങ്ങളും മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ നവംബർ മാസത്തിലുണ്ടാവും. പ്രധാനമായും അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ മേലധികാരികൾക്കും സഹപ്രവർത്തകർക്കും വളരെ അഭിമാനം തോന്നുന്ന ഒരു മാസമാണിത്. ജോലിയിൽ ഉയർച്ച, ജോലിയിൽ കൂടുതൽ പ്രവർത്തനക്ഷമത, തങ്ങളുടെ ജോലിയിൽ മികവ് കാട്ടാൻ സാധിക്കുന്ന ഒരു മാസം. ഇതൊക്കെയാണ് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഉയർച്ച ഇവർക്കുണ്ടാകുന്നുണ്ട്. കുടുംബത്തിൽ പൊതുവെ വീട്ടുപകരണങ്ങൾ വാങ്ങുവാനും കുടുംബത്തിലെ ഭൗതികമായ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും സാമ്പത്തികത കൊണ്ട് ഉണ്ടാകാവുന്ന പരമാവധി നേട്ടങ്ങൾ ആർജിക്കുവാനും ഈ മാസം മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സാധിക്കും. മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ചെറുതായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും മാസത്തിൻ്റെ 2-ാം പകുതി അതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഏതെങ്കിലും മഹാരോഗത്തിനോ പ്രശ്നങ്ങൾക്കോ വിധേയരായിരുന്ന മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ വയോധികരായ ആളുകളുടെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. അവരുടെ കാര്യത്തിൽ കുറച്ചൊരു പുരോഗതി ഉണ്ടാകുമെങ്കിലും അല്പം ശ്രദ്ധ അവരുടെ കൂടെ വേണം എന്ന് കാണിക്കുന്നു. കാരണം ചില അപ്സ് ആൻഡ് ഡൗൺസ് അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഇന്ന് കൊള്ളാം, നാളെ പക്ഷേ വഷളാകാം, അങ്ങനത്തെ ചില അവസ്ഥകൾ കാണുന്നുണ്ട്. അതായത് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ പ്രായം ചെന്ന കാരണവസ്ഥാനത്തുള്ള വ്യക്തികൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ ഇവരൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രായം കഴിഞ്ഞ അല്ലെങ്കിൽ പ്രായം നല്ല ആയ വ്യക്തികളാവാനാണ് സാധ്യത. അതുപോലെ തന്നെ വാഹനം പുതിയത് വാങ്ങുകയോ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുകയോ ഒക്കെ ചെയ്യാം. പുതിയ വാഹനത്തിന് ബുക്ക് ചെയ്യാം. പുതിയ വാഹനം വന്നു ചേരാം. വീടിൻ്റെ അകമേയുള്ള അന്തരീക്ഷവും പുറമേയുള്ള മോടിയുമൊക്കെ നല്ലതും ഭംഗിയുള്ളതുമാക്കാം. അതിനുവേണ്ടി പണം ചെലവഴിക്കാം. ചിലർ പുതിയ വീട് വാങ്ങാം. ഉള്ളവർ തന്നെ ഒരു വീട് കൂടി അഡീഷണലായി വാങ്ങുകയോ വസ്തു വാങ്ങുകയോ ഒക്കെ ചെയ്യാം. പിന്നെ പൊതുവെ ഇവരുടെ സൗഹാർദ്ദങ്ങളിൽ വലിയ സുഖം കാണുന്നു. പ്രത്യേകിച്ച് എല്ലാ വ്യക്തികളോടും നല്ലവണ്ണം ഇടപഴകാനും അതിൽ നിന്ന് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരു അവസ്ഥയും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സൗഹാർദ്ദങ്ങൾ, സൗഹൃദ അന്തരീക്ഷം, അതിൽ നിന്നൊക്കെ മനസ്സുഖമുണ്ടാകുന്നു. ഉല്ലാസയാത്രയ്ക്ക് പോകാൻ സാധിക്കുന്നു. തങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ പങ്കുകൊള്ളാനും കുടുംബക്ഷേത്രങ്ങളിലെ കാര്യങ്ങളിൽ സജീവ പങ്കാളിത്തത്തോടെ നിലനിൽക്കാനുമൊക്കെ മേടക്കൂറിന് ഈ മാസം സാധിക്കും. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇവരുടെ ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിൽ, അത് മേടക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്കും മേടക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്കും ഒരുപോലെ ബാധകമായ കാര്യമാണ്. പ്രത്യേകിച്ചും ബന്ധങ്ങളിൽ ചെറിയ അകൽച്ചയോ പ്രശ്നമോ സൗന്ദര്യപ്പിണക്കമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടുതലും വഷളായിരിക്കുന്ന ബന്ധമാണെങ്കിൽ ചിലപ്പോൾ അത് ഒരു കേസിൻ്റെ അവസ്ഥയിലേക്കോ പിരിയലിൻ്റെ അവസ്ഥയിലേക്കോ ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ബന്ധങ്ങളിൽ കാത്തുസൂക്ഷിക്കേണ്ട പവിത്രതയും സുതാര്യതയും നല്ലവണ്ണം അവർ കാത്തുസൂക്ഷിക്കണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ യാത്രകൾക്ക് ഗുണം വരുന്നുണ്ട്. വിദേശത്ത് പോകാൻ സാധിക്കുന്നു. ചിലപ്പോൾ ജീവിത പങ്കാളിയിൽ ഒരാൾക്ക് പോകാൻ സാധിക്കും, മറ്റേയാൾ ഇവിടെ നിൽക്കേണ്ടി വരും. അതൊക്കെ ഭാവിയിൽ ഭൗതികമായ സാമ്പത്തിക നേട്ടത്തിൻ്റെ ഗുണം നൽകുമെങ്കിലും ഇപ്പോൾ ഈ മാസം ഇങ്ങനെ പോകുന്നത് കൊണ്ട് അല്ലെങ്കിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട അനുകൂല തീരുമാനങ്ങൾ വരുന്നത് കൊണ്ട് ജീവിത പങ്കാളികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വിഷമമോ നൈരാശ്യമോ അതിൻ്റെ പേരിൽ ചില ഈഗോയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, ഈഗോ ക്ലാഷൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മേടക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിത പങ്കാളിയുമായി വഴക്കുണ്ടാക്കി പിരിയാനുള്ള അവസ്ഥയോ അല്ലെങ്കിൽ അവരുടെ ജീവിത പങ്കാളിക്ക് ശാരീരികമായ അവശതയോ ഒക്കെ ഉണ്ടാകാം. ചിലരെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. മേടക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്കാണെങ്കിൽ അവർക്ക് അവരുടെ ജീവിത പങ്കാളിയുമായി കലഹമോ പ്രശ്നമോ അകന്നു നിൽക്കലോ, ചിലപ്പോൾ ജോലി സംബന്ധമായ ആവശ്യത്തിനായിരിക്കാം അകന്നു നിൽക്കലൊക്കെ വേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ മേടക്കൂറിൽപ്പെട്ട പുരുഷന്മാർ അവരുടെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം എന്ന് കാണുന്നു. അമിതമായ സ്പീഡിൽ വാഹനം ഓടിക്കുക, അതുപോലെ ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ ഒക്കെ ഉപയോഗിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കുക. തീയ, ഇലക്ട്രിസിറ്റി ഇതുമായി ബന്ധപ്പെട്ടും സൂക്ഷിക്കുക. എല്ലിനോ പേശികൾക്കോ ഒക്കെ ക്ഷതമുണ്ടാവാനും ചോര വാർന്നു പോകാനുമൊക്കെ സാധ്യതയുള്ള
ഒരു മാസമാണിത്. മേടക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ സ്ത്രീ നക്ഷത്രക്കാർക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2 ഉച്ചവരെ, അത് കഴിഞ്ഞാൽ 4 ഉച്ചകഴിഞ്ഞ് 5, 6 ഉച്ചവരെ, ശേഷം 8 ഉച്ചകഴിഞ്ഞ് 9, 10-ാം തീയതി ഉച്ചവരെ, അത് കഴിഞ്ഞാൽ 15, 16, 17, 18, 19 ദിവസങ്ങളും, ശേഷം 25, 26, 27, 28, 29 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന വീട് നിർമ്മാണമോ അല്ലെങ്കിൽ മോടി പിടിച്ച വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനോ ആഭരണങ്ങൾ വാങ്ങുന്നതിനോ ഒക്കെ ശ്രമിച്ചിട്ടുള്ളവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സമോ പ്രശ്നമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ മാസം ആ തടസ്സങ്ങൾ മാറുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഇടവക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് ഉദര സംബന്ധമായി എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നെങ്കിൽ, പ്രത്യേകിച്ചും യൂട്രസ് സംബന്ധമായോ അല്ലെങ്കിൽ പ്രസവ സംബന്ധമായോ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിന് പോസിറ്റീവായ ഒരു മാറ്റം ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. യാത്ര കൂടുതൽ ഗുണകരമാകുന്നു. ഇവർ വീടിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വികസനത്തിനോ വേണ്ടി, തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലെ വികസനത്തിനോ വേണ്ടി ശ്രമിച്ചിരുന്ന ലോൺ പാസ്സാകുന്ന ഒരു മാസം കൂടിയാണിത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഇവരിലേക്ക് സാമ്പത്തിക സഹായം ഇപ്പോൾ പൊടുന്നനവേ ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ശത്രുക്കളുമായും ആയിട്ട് ഏതെങ്കിലും തരത്തിൽ വിരോധമോ പ്രശ്നമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു അവസാനമുണ്ടാകുന്നതായി കാണുന്നു. ശത്രു മിത്രമായി മാറുന്നു. ഒരുമിച്ച് ചില പ്രോജക്റ്റുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. മുമ്പ് ഏതെങ്കിലും വിധത്തിലുള്ള സൗന്ദര്യപ്പിണക്കമോ അഭിപ്രായ ഭിന്നത മൂലമോ മാറ്റിവെച്ചിരുന്ന അല്ലെങ്കിൽ നിന്നുപോയിരുന്ന പ്രോജക്റ്റുകൾ വീണ്ടും സജീവമായി തുടങ്ങാനുള്ള ഒരു അവസ്ഥ വരുന്നുണ്ട്. ഈ ഇടവക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രന്മാർക്ക് സ്ത്രീ മുഖേനയും, എന്നാൽ ഇടവക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് പുരുഷന്മാർ മുഖേനയും ഇത്തരം ചില സഹായങ്ങൾ ഉണ്ടാകാം. അതുപോലെ ഇവർക്ക് ഏറ്റവും പ്രധാനം ഇവരുടെ സഹോദര സ്ഥാനത്തുള്ളവരോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഈ നക്ഷത്രക്കാരെ, ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ നന്നായി സഹായിക്കുമെന്ന് കാണുന്നു. അതുപോലെ തന്നെ ഇവരുടെ ജോലി സ്ഥലത്തുള്ള ഊർജ്ജസ്വലത, കർമ്മോത്സുകത ഇതൊക്കെ വർദ്ധിക്കുന്നതായി കാണുന്നു. കുറച്ചുകൂടി മനസ്സുറപ്പോടുകൂടി പ്രാർത്ഥനയോടുകൂടി സ്വന്തം കാര്യങ്ങളിൽ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു മനസാന്നിധ്യം, ജോലിയിൽ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു മനസാന്നിധ്യം ഇവർക്കുണ്ടാകുന്നു. പൊതുവെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ മാറ്റം, ശരീരത്തിന് ഉന്മേഷം, മനസ്സിന് ഉന്മേഷം, അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ നന്നായി ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ മുഖേന അവരുടെ സഹോദരങ്ങൾക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ സഹായം തിരിച്ചു കിട്ടുന്നതായും കാണുന്നുണ്ട്. ചിലപ്പോൾ അത് സാമ്പത്തികത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള സഹായ സഹകരണങ്ങളുടെ രൂപത്തിലോ ആവാം. എന്തായാലും പൊതുവേ ഇവരുമായി സഹകരിക്കുന്നവർക്കും ഗുണമുണ്ട്. ഈ സഹകരിക്കുന്നവർ ഇവർക്കും തിരിച്ച് ഗുണം നൽകുന്നതായി കാണുന്നു. പൊതുവേ ആ കാര്യങ്ങളിലൊക്കെ ഗുണമുണ്ട്. ഓർക്കാപ്പുറത്ത് ചില തീരുമാനങ്ങൾ ഇവർ എടുക്കുന്നു. കർമ്മരംഗത്ത് ചില മാറ്റങ്ങൾ ആവശ്യമാണെന്ന് ശഠിക്കുന്നു. മേലധികാരികളും സഹപ്രവർത്തകരുമൊക്കെ അതിന് സമ്മതം മൂളുകയും ആ തീരുമാനങ്ങൾ വിജയത്തിലെത്തുകയും ചെയ്യുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ ഇവരുടെ കർമ്മരംഗത്ത് ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും. ഇവർക്ക് ദോഷമുള്ള ഒരു പ്രധാന വിഷയം ഇപ്പോൾ കാണുന്നത്, ഇവർക്കും മേടക്കൂറിന് നേരത്തെ പറഞ്ഞതുപോലെ ദാമ്പത്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഇവർ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാത്ത ചില ശത്രുതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന മേഖലയിലോ ഒക്കെ ഇവരെ ചൊല്ലി ഏതെങ്കിലും തരത്തിലുള്ള ഊഹാപോഹങ്ങളോ വർത്തമാനങ്ങളോ ഒക്കെ ഉണ്ടാകാം. ഈ വർത്തമാനത്തിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ ജീവിത പങ്കാളി അത് ഏറ്റെടുക്കുകയും അതിൻ്റെ ഫലമായി ഉണ്ടാകാവുന്ന വഴക്ക്, അകന്നു നിൽക്കൽ ഇതൊക്കെ ഉണ്ടാവുകയും സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിൽ നേരത്തെ തന്നെ ഈ കമിതാക്കൾ അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിൽ ഏതെങ്കിലും കലഹമോ പ്രശ്നമോ ഒക്കെ ഉണ്ടായി അത് വളരെ സീരിയസ് ആയി മുമ്പോട്ട് പോകുന്നതാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു നിരന്തരമായ ശാശ്വതമായ അവസാനത്തിലേക്ക്, പരസ്പരം പിരിയലിലേക്കൊക്കെ മാറാൻ സാധ്യത കാണുന്നുണ്ട്. അതല്ലെങ്കിൽ ഇവരുടെ ലോവർ അബ്ഡമിൻ ഭാഗം, ജെനിറ്റൽ ഓർഗൻസ്, ഇവിടെ എന്തെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ വിധേയനാകേണ്ടി വരാം. ജീവിത പങ്കാളിക്കും എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാൻ ഇട കാണുന്നുണ്ട്. ചിലപ്പോൾ ഇതൊന്നുമായിരിക്കില്ല, ഒരു കലഹവും പരസ്പരം ഉണ്ടാകണമെന്നില്ല. വളരെ ജോലി തിരക്കിൻ്റെ പ്രശ്നം കൊണ്ട് കുടുംബത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന അവസ്ഥ, ഒരുമിച്ച് പരസ്പരം കാണുന്ന അവസ്ഥ ഈ മാസം ചിലപ്പോൾ കുറഞ്ഞിരിക്കാം. അതൊന്നുമല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് ജോലി കിട്ടിപ്പോകാം ജീവിത പങ്കാളികളിൽ ഒരാൾക്ക്. അങ്ങനെ വരുമ്പോഴും ഇവർ തമ്മിലുള്ള ഈ ടുഗദർനെസ്, ഒരുമിച്ച് നിൽക്കൽ എന്ന അവസ്ഥയ്ക്ക് വിഘാതമുണ്ടാകുന്നു. അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. രോഗം പ്രധാനമായും അല്ലെങ്കിൽ അസുഖം പ്രധാനമായും ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് ഉദര സംബന്ധമായിട്ടാണ് കാണുന്നത്. ലോവർ അബ്ഡമിൻ ഭാഗം, വസ്തിപ്രദേശം, അരക്കെട്ടിൻ്റെ ഭാഗം, വാരിയലിൻ്റെ ഭാഗത്തൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള നീർവീക്കമോ മുറിവോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട്.
ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2, 3, 4 ഉച്ചവരെ, ശേഷം 6 ഉച്ച കഴിഞ്ഞ് 7, 8-ാം തീയതി ഉച്ചവരെ, അത് കഴിഞ്ഞാൽ 10 ഉച്ച കഴിഞ്ഞ് 11, 12 സന്ധ്യ വരെ, അത് കഴിഞ്ഞാൽ പിന്നെ 18, 19, 20, 21, 22 സായാഹ്നം വരെ, ശേഷം 27 ഉച്ച കഴിഞ്ഞ് 28, 29, 30 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങളെന്ന് പറയുന്നത് മകയിരത്തിൻ്റെ 2ാമത്തെ പകുതി, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഇവരുടെ പൊതുവെയുള്ള പ്രവർത്തന രംഗത്തു നിന്നും ഇവർക്ക് പണം കിട്ടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിച്ചാലും പണം കൃത്യം സമയത്ത് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ഉറപ്പിച്ച പണം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ അത് പല ഘട്ടങ്ങളിലായി കിട്ടുക തുടങ്ങിയ ദുരിതങ്ങൾ ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന മിഥുനക്കൂറിന്, അതുപോലെ ജോലി സ്ഥലത്തുണ്ടായിരുന്ന ചില അങ്കലാപ്പുകൾ, ഇതിനൊക്കെ ഒരു മാറ്റം വരുന്നു ഈ മാസത്തിൽ. എന്തെന്ന് പറഞ്ഞാൽ വ്യാഴം അവർക്ക് 2ലേക്ക് വന്നിരിക്കുന്നു. വ്യാഴം കർക്കിടക രാശിയിൽ നിന്നുകൊണ്ട് ഈ 10ാം ഭാവത്തിൽ, ചാരവശാൽ 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയെ നോക്കുന്നുണ്ട്. വ്യാഴത്തിൻ്റെ 9ലെ ദൃഷ്ടി ശനിയിലേക്കാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ശനിയുടെ പാപത്വം അല്പം കുറഞ്ഞിരിക്കും. അതായത് കർമ്മരംഗം കുറച്ചുകൂടി സുഗമമായി മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടവും ഈ മാസത്തിൽ ഇവർക്ക് പ്രതീക്ഷിക്കാം. അനവസരത്തിൽ അല്ല, അത് കുറേ കാലമായുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടൊക്കെ ഇവർക്ക് നല്ല ചില വർക്കുകൾ വരാം, ജോലിയിൽ ഉയർച്ച വരാം, അല്ലെങ്കിൽ ജോലിയിൽ ഇവരുടെ പ്രവർത്തനത്തെ ശ്ലാഘിച്ച് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ മറുപടി ഉണ്ടാകാം, അഭിനന്ദനങ്ങൾ ഉണ്ടാകാം. അത് ജോലിക്ക് കൂടുതൽ പോസിറ്റീവായിട്ട് വരാം ഭാവിയിൽ. അങ്ങനെ കുറേ സുരക്ഷാ ഉറപ്പുകൾ ജോലിസ്ഥലത്ത് ഇവർക്ക് കിട്ടുന്നു, സാമ്പത്തിക സുരക്ഷാ ഉറപ്പുകൾ കിട്ടുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും പ്രധാനം സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലോ, മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സന്താനങ്ങളുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ, വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലോ, അല്ലെങ്കിൽ ജോലി തരപ്പെടുന്ന കാര്യത്തിലോ ഒക്കെ വളരെ വലിയ ഭാഗ്യം നടക്കുന്നതായി കാണുന്നുണ്ട്. ഒന്നുകിൽ മംഗളകർമ്മം നടക്കാം, അല്ലെങ്കിൽ അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൽ വലിയ വിജയം നേടാം, അതല്ലെങ്കിൽ അവരുടെ വിദേശവുമായി ബന്ധപ്പെട്ട ജോലിയിലോ, അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെ ഉയർന്ന ജോലി കിട്ടുന്ന കാര്യത്തിലോ ഒക്കെ ശ്രമിച്ചിരുന്നവർക്ക് അതിന് പോസിറ്റീവായ അനുകൂലമായ ഫലങ്ങൾ കിട്ടുന്നു എന്നുള്ളതും അതിൻ്റെ ഫലമായി മിഥുനക്കൂറിൽപ്പെട്ടവർക്ക് മനസ്സന്തോഷം ലഭിക്കുന്നതുമായും കാണുന്നു. പൊതുവേ ഇവരുടെ ഭാഗ്യം വർദ്ധിച്ചതായിട്ടാണ് നവംബർ മാസത്തിൽ കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം സഹോദരന്മാർ, പ്രത്യേകിച്ചും ചൂടുമായും, അതായത് വൈദ്യുതിയുമായും ഫയറുമായും ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അവർക്കൊക്കെ പ്രത്യേകിച്ചും ഇവരുടെ സഹോദര സ്ഥാനത്ത്, അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ സ്ഥാനത്ത്, അതല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ, ഇവർക്കൊക്കെ ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്പം സൂക്ഷ്മത വേണം. കാരണം അപകട സാധ്യതകൾ കാണുന്നുണ്ട്. ഈ വ്യക്തികളുടെ ചുറുചുറുക്ക്, മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ചുറുചുറുക്ക് അല്പം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ മാസം. ഭാഗ്യം അതുകൊണ്ടാവാം, കർമ്മത്തിനാണല്ലോ ഫലം കിട്ടുക, മടിയന് എന്ത് ഫലം കിട്ടാനാണ്. അപ്പോൾ കർമ്മം ചെയ്യാനുള്ള മനഃശേഷിയും ശാരീരിക ശേഷിയും വർദ്ധിക്കുക വഴി ഇവർക്ക് കൂടുതൽ ഗുണങ്ങൾ ഈ മാസത്തിൽ കിട്ടുന്നു. ഒരു ശസ്ത്രക്രിയയെ ചിലപ്പോൾ നേരിടേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഉദരഭാഗത്ത് പൈൽസിനോ ഫിസ്റ്റുലയ്ക്കോ അല്ലെങ്കിൽ ഹെർണിയ പോലുള്ള അസുഖത്തിനോ ഒക്കെ ചിലപ്പോൾ മിഥുനക്കൂറിൽപ്പെട്ട ചില നക്ഷത്രക്കാർക്കെങ്കിലും ശസ്ത്രക്രിയയെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അതല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തന രംഗത്ത് ചില വിമർശനങ്ങളുമായി, കടുത്ത വിമർശനങ്ങളുമായി കടന്നു വരികയും അത്തരം വിമർശനങ്ങളെ നേരിടാൻ താൽക്കാലികമായിട്ടെങ്കിലും ഇവർക്ക് ഭയപ്പാടുണ്ടാവുകയും ചെയ്യുന്നൊരവസ്ഥ. പക്ഷേ അന്തിമ വിജയം ഇവർക്ക് തന്നെയാണ്, അതിന് സംശയമൊന്നും വേണ്ട. അത്തരം കാര്യങ്ങളിൽ ഇവർക്ക് വളരെ വലിയ ഗുണം കാണുന്നുണ്ട്. കാരണം അവിടെയും ഈശ്വരാധീനത്തിൻ്റെ നോട്ടം, വ്യാഴത്തിൻ്റെ നോട്ടം വരുന്നത് കൊണ്ട് വലിയ ദോഷം വരില്ല എന്ന് വേണം വിചാരിക്കാൻ. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. വിമർശനങ്ങൾ, അതുപോലെ ഉദരഭാഗത്തുള്ള ശസ്ത്രക്രിയ, പൈൽസോ ഫിസ്റ്റുലയോ ഹെർണിയോ പോലുള്ള രോഗം വരിക, ബ്ലീഡിംഗ് ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇതുണ്ടാവാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. സ്ത്രീകൾക്കാവുമ്പോൾ 6ാം ഭാവം കൊണ്ട് യൂട്രസിനെയും ഒക്കെ ചിന്തിക്കണം. ആ ഭാഗത്തും ശ്രദ്ധ വേണമെന്നർത്ഥം. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, ഇവർക്ക് ചില സമ്മാനങ്ങൾ ഈ മാസം കിട്ടും എന്നതാണ്. ഒന്നുകിൽ തങ്ങളുടെ കർമ്മത്തിലെ വിജയത്തിൻ്റെ ഫലമായി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹമോ ആദരവോ പ്രകടിപ്പിക്കാനായി സമ്മാനങ്ങൾ കിട്ടുന്നു. വിലപിടിപ്പുള്ള സമ്മാനങ്ങളും വസ്ത്രങ്ങളും കിട്ടുന്നു. നല്ല സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം കഴിക്കാനും ഏറ്റവും നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഫുഡ്സ് കഴിക്കാനുള്ള വളരെ വലിയൊരു അവസരം ഇവർക്കുണ്ടാകുന്നു. ചില ഉല്ലാസയാത്രകൾ നടത്തുന്നു. അതിനൊക്കെ ഗുണമാണ് കാണുന്നത്. പൊതുവെ മനസ്സന്തോഷം ലഭിക്കുന്നു, ജീവിത വിജയവും നടക്കുന്നു. ദോഷം ഉദരസംബന്ധമായിട്ടാണ്. ചില ശത്രുക്കളുടെ അഭിപ്രായങ്ങൾ മാനസികമായി അല്പം തളർത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ നവംബർ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2 ഉച്ച കഴിഞ്ഞ് 3, 4 ഉച്ചവരെ, അത് കഴിഞ്ഞാൽ
3, 4 ഉച്ചവരെ, ശേഷം 5, 6 ഉച്ചവരെയും നല്ലതാണ്. അത് കഴിഞ്ഞാൽ 8 ഉച്ച കഴിഞ്ഞ് 9, 10-ാം തീയതി ഉച്ചവരെ, ശേഷം 12 സന്ധ്യ കഴിഞ്ഞ് 13, 14, അത് കഴിഞ്ഞാൽ 20, 21, 22, 23, 24 വരെയും നല്ലതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 30-ാം തീയതി താരതമ്യേന ഗുണമുള്ള ദിവസമാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം പൊതുവെ അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു രീതി കുറച്ചുകൂടി മാറുന്നു. വിനയം വേണ്ടിടത്ത് കൃത്യമായ വിനയവും അതുപോലെ തന്നെ ശക്തിയും ശൗര്യവും വേണ്ടിടത്ത് അത് കാണിക്കുവാനും അത് പ്രകടിപ്പിക്കുവാനും മനസ്സിൻ്റെ ഈ ഭയം, ആശങ്ക കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കുറച്ചുകൂടി ഒരു ബലം ശരീരത്തിനും മനസ്സിനും ഒരുപോലെ വരാനും ഇവർക്ക് പ്രാപ്തി നൽകുന്ന ഒരു മാസമാണിത്. പ്രാർത്ഥനയുടെ ഫലം, ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഫലം, അതൊക്കെ ആവണം ഈ തരത്തിലുള്ള ഒരു അവസ്ഥ ഇവർക്ക് വരാൻ. ജലവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കാര്യങ്ങൾ, ജലവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ബിസിനസ്, അതുപോലെ ജലയാത്രകൾ നടത്തുന്നവർ ഒക്കെ വളരെ ഗുണമുള്ള ഒരവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, അതുപോലെ തന്നെ മെഡിസിൻ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർ, മെഡിസിൻ മീൻസ് ആരോഗ്യ രംഗമല്ല, മരുന്നുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഫാർമസിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, പാരാമെഡിക്കൽസ്, ഇവർക്കൊക്കെ തന്നെ ഈ മാസത്തിൽ ഗുണം കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടവും അവരുടെ പ്രവർത്തനങ്ങളിലെ വിജയവുമാണ്, അവരുടെ കർമ്മ പ്രവർത്തനങ്ങളിലെ വിജയവുമാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ മുഖത്തിന്, പല്ലിന്, മോണയ്ക്ക് ഈ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശതകളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാക്ക് വളരെ സൂക്ഷിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഇവർക്ക് അല്പം ശൗര്യവും ഇൻറ്റേർണൽ വ്യക്തിത്വം അല്പം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇൻറ്റേർണൽ വ്യക്തിത്വം മീൻസ് ശരീരത്തിൻ്റെ ആന്തരിക ഭാവങ്ങളുടെ ശക്തി, യോഗ പോലുള്ള കാര്യങ്ങൾ കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ഒക്കെ മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നത് വഴി ബാഹ്യശക്തിയും വർദ്ധിക്കും സ്വാഭാവികമായും. അപ്പോൾ പ്രതികരിക്കുന്നതൊക്കെയും ചിലപ്പോഴെങ്കിലും ചില സാഹസികതയുടെ ഒരു സ്വഭാവം അതിന് കടന്നു വരാം, ഒരു നിറം അതിന് കടന്നു വരാം. അതുകൊണ്ട് വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. എന്നാൽ അതേസമയം തന്നെ അന്യഭാഷാ സംസ്കാരത്തിൻ്റെ ഗുണം കൊണ്ട്, അന്യഭാഷാ പ്രാപ്തിയുടെ ഗുണം കൊണ്ട് ഇവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ചില പുതിയ സംരംഭങ്ങളോ കടന്നു വരുമെന്ന് കാണുന്നുണ്ട്. ഭാഷ നന്നായി ഉപയോഗിക്കാൻ സാധിക്കുകയും ഭാഷ ഏറ്റവും മോശമായി ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണിത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. അതുവഴി ശത്രുക്കൾ ഉണ്ടാകാം. ഗുരു കാരണവന്മാരെ, അതുപോലെ കുടുംബത്തിലെ പ്രായാധിക്യമുള്ള കാരണവസ്ഥാനത്തുള്ളവരെയൊക്കെ ചെറിയ തോതിലെങ്കിലും ഒന്ന് നിന്ദിക്കും, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ പരിഗണിക്കാതെ ഇരിക്കും എന്നൊക്കെ ഒരു മട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഒന്ന് സന്താനങ്ങൾക്കുണ്ടാകാവുന്ന ചില ശാരീരിക അവശതകളാണ്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. അവർക്ക് രോഗമോ അല്ലെങ്കിൽ അപകട സാധ്യതകളോ അതല്ലെങ്കിൽ പഠനത്തിൽ ഉണ്ടാകാവുന്ന എന്തെങ്കിലും ഒരു വൈകല്യത്തിൻ്റെ ഫലമായോ കുറവിൻ്റെ ഫലമായോ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ ഇവർക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സന്താനങ്ങൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ കൊണ്ട് തന്നെ ഇവർക്ക് ഉണ്ടായിരിക്കുന്ന ആനന്ദത്തിൽ ഒരു കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മാസത്തിൻ്റെ 2ാം പകുതിക്ക് ശേഷമാണത് കാണുന്നത്. അത് പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊള്ളണം. അതുപോലെ കുട്ടികൾ തീയോടും ഈ വൈദ്യുതിയോടും ഭാരമുള്ള വസ്തുക്കളോടും മൂർച്ചയുള്ള വസ്തുക്കളോടും വാഹനം തനിയെ ഓടിക്കുന്നതും, ഈ 2 വീലറായാലും ശരി 4 വീലറായാലും ശരി ഓടിക്കുന്നതുമൊക്കെ തന്നെ ഒരു നിയന്ത്രണത്തിൻ്റെ പരിധിയിലാക്കാൻ പരമാവധി ശ്രമിക്കുക. ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ച് ചില പ്രത്യേക നക്ഷത്രക്കാർക്ക്, അത് കർക്കിടകക്കൂറിൽപ്പെട്ടവരുടെ മക്കളാണെങ്കിൽ, കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ മക്കളാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ പൊതുവേ ഇവരുടെ സഹോദര സ്ഥാനത്തുള്ളവർക്ക് മംഗളകർമ്മങ്ങൾ നടക്കുമെന്ന് കാണുന്നുണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണി നടക്കും. വീട് പുതിയത് വാങ്ങുകയോ പ്രോപ്പർട്ടി പുതിയത് വാങ്ങുകയോ ചെയ്യാം. മാതാവിൻ്റെ അസുഖത്തിന് ഭേദമുണ്ടാകുന്നു. മാതാവുമൊത്ത് പുറത്തേക്ക് സഞ്ചരിക്കുവാനും ഒരുമിച്ച് കുറേ സമയമെങ്കിലും ചിലവഴിക്കാനും മാനസിക സന്തോഷം ഉണ്ടാക്കുവാനുമൊക്കെയുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ വീട് മോടി പിടിപ്പിക്കുക, വീടിൻ്റെ പരിസരം, മാതാവിൻ്റെ ആരോഗ്യം, അതുപോലെ തന്നെ വാഹനം, ഇതെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും കർക്കിടകക്കൂറുകാർക്ക് വരിക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിലെ ദോഷവശങ്ങൾ, ആരോഗ്യ സംബന്ധ കാര്യങ്ങൾ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞു. ഒന്ന്, സന്താനങ്ങളുടെ ഇതുകൊണ്ട് ഇവർക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ, ആശങ്കകൾ, ശരീരത്തിന് ത്വക്കിന് ഒക്കെ അലർജി അസുഖങ്ങൾ, ലങ്സിന് ദോഷം, കഫപ്രകൃതിയുള്ളവർക്ക് ദോഷം, അതുപോലെ ഉദരത്തിന് വണ്ണം വയ്ക്കുന്ന ഉദരമുള്ളവരാണെങ്കിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ മൂലമൊക്കെയുള്ള താൽക്കാലികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇവരെ ഈ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1 4-ാം തീയതി ഉച്ച കഴിഞ്ഞ് 5, 6 ഉച്ച വരെ,
4-ാം തീയതി ഉച്ചകഴിഞ്ഞ് 5, 6, 7, 8 ഉച്ചവരെ. അത് കഴിഞ്ഞാൽ പിന്നെ 10 ഉച്ചകഴിഞ്ഞ് 11, 12 സന്ധ്യ വരെ. ശേഷം 15, 16, 17. അത് കഴിഞ്ഞാൽ പിന്നെ 22 സായാഹ്ന ശേഷം 23, 24, 25, 26, 27 ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായിട്ട് കാണുന്നു. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങളെന്ന് പറയുന്നത് മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം സൂക്ഷിക്കേണ്ട പ്രധാന കാര്യം, ഇവർക്ക് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ അല്പം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു നേട്ടങ്ങളുണ്ടെങ്കിലും എവിടൊക്കെയോ ചില പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന താളപ്പിഴകൾ, ആലസ്യം, ഇതായിരിക്കും ഇവരെ ഈ മാസത്തിൽ അറ്റ്ലീസ്റ്റ് ആദ്യ പകുതിയിലെങ്കിലും ഭരിക്കുക. കാരണം കാര്യങ്ങൾ എല്ലാം നേട്ടത്തിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വിജയം അവർക്കുണ്ട് എന്നൊരു തോന്നൽ വരുമെങ്കിലും ഇതൊക്കെ ഒന്ന് ക്രമീകരിച്ച് കൂടുതൽ വിജയത്തിലേക്കും കൂടുതൽ ശക്തമായ ഉയരങ്ങളിലേക്കും പോകാനുള്ള ഒരു മനസ്സിൻ്റെ രീതി അതവർക്കുണ്ടാകുന്നില്ല. എവിടൊക്കെയോ ഇതൊക്കെ പ്രാർത്ഥനയുടെ ഇല്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇവർക്കുമേൽ ചുമത്തിയിരിക്കുന്ന ചില ദോഷവശങ്ങൾ, ആഭിചാരം എന്നൊക്കെ അതിനെ ഞാൻ വിളിക്കുന്നില്ല, മറ്റുള്ളവർ ഇവർ രക്ഷപ്പെടരുതേ എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ചെലുത്തുന്ന ചില ബാഹ്യ സ്വാധീന ശക്തികളൊക്കെ കൊണ്ട് മനസ്സെങ്ങനെയോ പിന്നാക്കം വലിഞ്ഞു നിൽക്കാം. ഇതെല്ലാം മറന്നുകൊണ്ട് പ്രാർത്ഥനയിലൂടെ സ്വന്തം ജീവിതത്തിലെ ഒരു ക്രമീകരണങ്ങൾ വളരെ അത്യാവശ്യമുള്ള കാലഘട്ടമാണ് ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. ഒന്ന്, അവരുടെ നേരെ എതിർഭാഗത്ത് നിൽക്കുന്നത്, അതായത് ഒരു രാശിയുടെ നേരെ എതിർഭാവം എന്ന് പറഞ്ഞാൽ 7-ാം ഭാവമാണ്. അവിടെ നിൽക്കുന്നത് രാഹുവാണ്. അപ്പോൾ അവരൊരു മിഥ്യാധാരണയിലാണ് എപ്പോഴും നിൽക്കുന്നത്. ചില ധാരണകൾ പൊളിച്ചു മാറ്റണം, യാഥാർത്ഥ്യത്തെ ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. യാഥാർത്ഥ്യത്തെ ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും ഇപ്പോൾ ഇവർക്കുണ്ടാകാവുന്ന ചില തടസ്സങ്ങൾ, അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയുടെ തടസ്സമാണ്. വ്യാഴം 12-ലോട്ട് പോയിട്ടുണ്ട്. ഉച്ചസ്ഥനായതുകൊണ്ട് വലിയ ദോഷങ്ങൾ വരില്ല. എന്നാലും ഉടനെ ലാഭം കിട്ടാത്ത കുറേ കാര്യങ്ങൾക്ക് ഇവർ പണം മുടക്കും. സ്വന്തം വീടിൻ്റെ പൂർത്തീകരണത്തിനോ അതല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ മികവ് കിട്ടാൻ വേണ്ടിയുള്ള ചില ട്രെയിനിങ്ങിനോ അഭിമുഖങ്ങളിലോ ചില കാര്യങ്ങളിലോ പണം മുടക്കിയുള്ള ചില കാര്യങ്ങളിലോ പണം മുടക്കും. മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ, സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ ഇപ്പോൾ പണം മുടക്കേണ്ടി വരാം. പിന്നെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോവുക, മനസ്സിന് സംതൃപ്തി ലഭിക്കുന്ന ഇടങ്ങളിൽ പോവുക, ഇതൊക്കെ പണച്ചിലവുള്ള കാര്യമാണ്. ഉടനെ ലാഭവും കിട്ടില്ല. പക്ഷേ മനസ്സംതൃപ്തി ആണ് ഏറ്റവും പ്രധാനമെങ്കിൽ ഇതെല്ലാത്തിനും വേണ്ടി ഇവർ ഇപ്പോൾ പണം മുടക്കുമെന്ന് കാണുന്നു. പൊതുവേ ഇവർക്ക് ഇവരുടെ സഹോദര സ്ഥാനത്തുള്ളവർ, ഈ ചിങ്ങക്കൂറിൽപ്പെട്ടവർക്ക് അവരുടെ സഹോദര സ്ഥാനത്തുള്ളവരോ അതല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ സഹായിക്കുമെന്ന് കാണുന്നു. ഈ ചിങ്ങക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകൾ മൂലം സഹായവും, അതുപോലെ തന്നെ ചിങ്ങക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് പുരുഷന്മാർ വഴിയും സഹായമുണ്ടാകുന്നതായി കാണുന്നുണ്ട്. ഇതിൽ തന്നെ അവർ ശ്രദ്ധിക്കേണ്ട ഒന്ന്, നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ ശക്തി ഉണ്ടായിരിക്കണം എന്നുകൂടി ചിങ്ങക്കൂറുകാരോട് പറയേണ്ടിയിരിക്കുന്നു. കാരണം ചിലപ്പോൾ സഹായിക്കുന്നത് ചില പ്രത്യേക ലാക്കോട് കൂടിയായിരിക്കും. അത്തരം കെണികളിൽ ചെന്ന് പെടാതെ ഇരിക്കുക എന്നും പറയുന്നു. ചിലപ്പോഴെങ്കിലും അപവാദങ്ങളോ നീച സംസർഗങ്ങളോ ഉണ്ടാകുന്നതിൻ്റെ ഫലമായി അത് ഭാവിയിൽ ദോഷം ചെയ്യുന്ന ചില കാര്യങ്ങളിലേക്ക് ഇവരെ നയിക്കാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഏറ്റവും പ്രധാനം ഇവരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ ഉണ്ടാകാവുന്ന ചില മാറ്റങ്ങളാണ്. മാതാവോ മാതാവിന് തുല്യരായ വ്യക്തികൾക്കോ ചിലപ്പോൾ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളോ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകേണ്ട പ്രശ്നങ്ങളോ ഉണ്ടാകാം. അപകട സാധ്യതകൾ കാണുന്നുണ്ട്. ഉയരങ്ങളിൽ നിന്ന് വീഴാനുള്ള സാധ്യത. ഈ മാറിടത്തിൻ്റെ ഭാഗങ്ങൾ, നെഞ്ച്, ഇവിടെയൊക്കെ വളരെ സൂക്ഷിക്കണം. കഫക്കെട്ടുണ്ടാകാം. അതുപോലെ തന്നെ ലങ്സിൽ കഫമടി, അലർജി അസുഖങ്ങൾ ഇതൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് പ്രതിവിധികൾ എടുക്കുക എന്നതാണ് ചിങ്ങക്കൂറിനോട് പറയാനുള്ളത്. സാമ്പത്തികമായി ദോഷമൊന്നുമില്ല. മാത്രവുമല്ല, വളരെ പെട്ടെന്ന് ഭൂമി സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വീട് വയ്ക്കുന്ന കാര്യത്തിലോ ഒക്കെ ചില തീരുമാനങ്ങൾ ഉണ്ടാകും. അതിന് തക്കവണ്ണമുള്ള സാമ്പത്തിക ഭദ്രതയൊക്കെ ഇവർക്ക് കിട്ടും. ശ്രദ്ധിക്കേണ്ടത്, ഇവരുടെ കർമ്മരംഗത്ത് ഇവർക്കുണ്ടാകാവുന്ന വിജയവും തള്ളിക്കളയുന്നില്ല. പ്രധാനമായും ഇവർ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ഭാഗത്തുനിന്ന് ഇവർക്ക് കിട്ടുന്ന സഹായങ്ങളെ കൃത്യമായി തിരിച്ചറിയുകയും ഇവർക്ക് വേണ്ടി നിലനിൽക്കുന്നവരെ കൃത്യമായി തിരിച്ചറിയുകയും ചെയ്യണം. അല്ലെങ്കിൽ ഭാവിയിൽ അത് ദോഷങ്ങൾ ഉണ്ടാക്കാവുന്ന ചില അവസ്ഥകൾ ഉണ്ടായേക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നവംബർ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2 ഉച്ചവരെ, അത് കഴിഞ്ഞാൽ പിന്നെ 6 ഉച്ച കഴിഞ്ഞ് 7, 8 ഉച്ചവരെ, 6 ഉച്ച കഴിഞ്ഞ് 7, 8, 9, 10 ഉച്ചവരെയും നല്ലതാണ്. അതിനുശേഷം 12 സന്ധ്യ കഴിഞ്ഞ് 13, 14, പിന്നെ 18, 19, പിന്നെ 25, 26, 27 ഉച്ചവരെയും
27 ഉച്ച കഴിഞ്ഞും 28, 29 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു ചിങ്ങക്കൂറിന്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും വളരെ നല്ലൊരു മാസമാണിത്. പ്രത്യേകിച്ചും സാമ്പത്തികമായി ഇവർക്ക് വരുമാന വർധനവോ അല്ലെങ്കിൽ തൊടുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം പണം ലഭിക്കുന്ന ഒരവസ്ഥയോ ഉണ്ടാകാം. ലോട്ടറി അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പ്രവർത്തനങ്ങൾ, അഭിലഷിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയും വിജയത്തിലെത്തണം. അഭിലഷിക്കുന്ന കാര്യങ്ങൾ നേടാൻ സാധിക്കണം. ആഗ്രഹ സഫലീകരണത്തിന് ഈശ്വരാധീനത്തിൻ്റെ വലിയ ശക്തി കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ കണ്ടകശനി 7ാം ഭാവത്തിൽ നിന്നുകൊണ്ട് തടഞ്ഞിരുന്നിരിക്കാം. ആ തടയലിനെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ടും വ്യാഴം ഉച്ചസ്ഥായിയിലേക്ക് വന്നതുകൊണ്ടും ഇവർക്ക് അനുഗ്രഹമായി വരണം, അഭിലാഷ സഫലീകരണമായി വരണം എന്ന് വേണം കാണാൻ. വിദേശയാത്ര, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ജോലി, അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ചെയ്യുന്ന ബിസിനസ്, അവിടെയും ഇവിടെയും നാട്ടിലും നിന്നുകൊണ്ട് ചെയ്യുന്ന കമ്മീഷൻ ഇടപാടുകൾ, ബിസിനസ്, ഇതിലെല്ലാം തന്നെ വളർച്ചയുണ്ടാവണം. കാരണവസ്ഥാനത്തുള്ളവരോ കുടുംബത്തിൽ മൂത്ത വ്യക്തികളോ ഇവർക്ക് കൊടുക്കാനുള്ള കുടുംബ വിഹിതമോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഈ ഭൂമിയുടെ വിഹിതമോ അതിൽ നിന്നുള്ള ധനമോ ഇവർക്ക് കൊടുക്കാൻ സന്മനസ് കാണിക്കുന്നു. ഇപ്പോൾ അതിലെ തടസ്സങ്ങൾ മാറുന്നു. സഹോദര സ്ഥാനത്തുള്ളവരും മൂത്ത ജ്യേഷ്ഠസ്ഥാനത്തുള്ളവരുമൊക്കെ ഇവരോട് അനുതാപമായി പെരുമാറുന്നതായി കാണുന്നുണ്ട്. വിദേശ രാജ്യത്തിലെ വാസത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക വർധനവാണ് ഏറ്റവും പ്രധാനം. 2, ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തടസ്സങ്ങൾ മെല്ലെ മാറി വരുന്നു. മാത്രമല്ല ഇവരുടെ വ്യക്തിത്വം തന്നെ കുറേ മാറുന്നു. ആ നൈരാശ്യമുള്ള മുഖത്തിൻ്റെ ഭാവം മാറുന്നു. പറയുന്ന വാക്കുകൾക്കൊരു സൗമ്യതയും, പറയുന്ന വാക്കുകൾ മറ്റുള്ളവരിൽ വളരെ ഇംപ്രഷൻ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം, വീട് നിർമ്മാണം, വാഹനം പുതിയത് വാങ്ങൽ, അതുപോലെ ആഡംബരം, അത്യാവശ്യമായ കാര്യങ്ങൾ ആണെങ്കിൽ പോലും അതൊരല്പം മോടി പിടിപ്പിച്ചത് വാങ്ങാം എന്നുള്ള തീരുമാനങ്ങൾ പോലും സഫലീകൃതമാകുന്ന ഒരു മാസമാണ്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. സഹോദര സ്ഥാനത്തുള്ളവർക്ക് ശാരീരികമായ അവശതയോ അപകടമോ ഉണ്ടാകാം. പ്രത്യേകിച്ചും മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ഹൃദയത്തിനോ കണ്ണിനോ അല്ലെങ്കിൽ പേശികൾക്കോ എന്തെങ്കിലും ശസ്ത്രക്രിയ വേണ്ടി വരികയോ ബ്ലഡ് മറ്റുള്ളവരിൽ നിന്നൊക്കെ സ്വീകരിക്കേണ്ടി വരികയോ ചെയ്യുന്നൊരവസ്ഥ കാണുന്നുണ്ട് സഹോദര സ്ഥാനത്തുള്ളവർക്ക്. അതുപോലെ തന്നെ ചില സാഹസിക കർമ്മങ്ങൾ, കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഒരുമിച്ച് ചില സാഹസിക ഉല്ലാസയാത്രകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. ചുറുചുറുക്കും ഓവർ സ്മാർട്ട്നെസ്സുമൊക്കെ കാണിക്കുമ്പോൾ, പ്രത്യേകിച്ചും കട്ടിയുള്ള വസ്തുക്കളും ഭാരമുള്ള വസ്തുക്കളും വാഹനം ഉപയോഗിക്കുമ്പോഴും അഗ്നി, ഇലക്ട്രിസിറ്റി ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുമ്പോഴും ഇത്തരത്തിലുള്ള അതിസാഹസികതകൾ ചിലപ്പോൾ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താൻ സാധ്യതയുണ്ട് കന്നിക്കൂറിന്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ചില പ്രത്യേക കർമ്മങ്ങൾക്ക് വേണ്ടി ദാനം നടത്തുമെന്ന് കാണുന്നുണ്ട്. ചിലരെ നന്നായി സഹായിക്കുമെന്നും കാണുന്നു. കഷ്ടപ്പെടുന്നവരെയും അവശത അനുഭവിക്കുന്നവരെയും സഹായിക്കാനുള്ളൊരു മനസ്സ് ഈ മാസത്തിൽ അവർക്കുണ്ടാകുന്നു. കിട്ടുന്നതിൻ്റെ ഒരു ചെറിയ ഷെയറെങ്കിലും അവർക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഉദരത്തിൽ ത്വക്ക് രോഗമുണ്ടാകാനുള്ള സാധ്യത, ഉദരത്തിൻ്റെ പുറമെ ത്വക്ക് രോഗമുണ്ടാകാനുള്ള സാധ്യത, പൊക്കിളിന് ചുറ്റുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇച്ചിങ് പോലെയൊക്കെയുള്ള അസുഖം, സ്കിൻ സംബന്ധമായ റെഡ്നെസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നവംബർ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2 ഉച്ച കഴിഞ്ഞ് 1, 2, 3, 4 ഉച്ചവരെയും ശേഷം 8 ഉച്ച കഴിഞ്ഞ് 9, 10, 11, 12 സന്ധ്യ വരെയും, അത് കഴിഞ്ഞാൽ 15, 16, 17, പിന്നെ 20, 21, 22 സായാഹ്നം വരെയും, ശേഷം 27 ഉച്ച കഴിഞ്ഞ് 28, 29, 30 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവരുടെ വ്യാഴത്തിൻ്റെ നില വളരെ ഗുണകരമായിട്ട് 9ലാണ് നിന്നിരുന്നത്. 9ൽ നിന്നപ്പോൾ അത് ബുധൻ്റെ രാശിയിലാണ്. ബുധൻ്റെ രാശിയിൽ വ്യാഴം ഭാവം കൊണ്ട് മാത്രമാണ് ഗുണം ചെയ്യുക. മറിച്ച് രാശിയുടെ സ്വഭാവം കൊണ്ട് ശത്രുരാശി ആയതിനാൽ വലിയ ഗുണം വരില്ല. എന്നാൽ 10 അങ്ങനെയല്ല. 10ലെ വ്യാഴം ചാരവശാൽ അത്ര നല്ലതല്ലെങ്കിലും ഇവിടെ 10ാം ഭാവം എന്ന് പറയുന്നത് കർക്കിടക രാശിയാണ്. കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. ഞാൻ വ്യാഴമാറ്റത്തിൻ്റെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വ്യാഴം ഏറ്റവും ശുഭനായാൽ ആരെയും ദ്രോഹിക്കില്ല. വ്യാഴം ഏറ്റവും ശുഭനായതിനാൽ കർമ്മരംഗം ഇവർക്ക് സ്ട്രോങ് ആയി മാറുന്നു. കർമ്മരംഗം എന്ന് പറയുമ്പോൾ ആഹാരത്തിന് വേണ്ടിയും മാസാവസാനം കിട്ടുന്ന ശമ്പളവും മാത്രമല്ല, അതിൻ്റെ ആധാരം മാത്രമല്ല കർമ്മം എന്ന് പറയുന്നത്. മനസാ വാച കർമ്മണ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെയും ചിന്തിച്ചിടണം കർമ്മം കൊണ്ടെന്നാണ്. അപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതൊരു കർമ്മം, അത് ചെയ്യുന്നത് മറ്റൊരു കർമ്മം ഒക്കെ ആയിട്ട് നമ്മളതിനെ കാണണം. അങ്ങനെ വരുമ്പോൾ
ഈ സമയത്ത് ഈശ്വരാധീനമുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കും ഇവർ കടന്നു പോവുക. ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സമോ പ്രശ്നമോ മുമ്പ് ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ കർമ്മവും ആ തരത്തിലുള്ള വിഘാതങ്ങളും വിഘ്നങ്ങളും ഒക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. പൊതുവേ സാമ്പത്തിക നേട്ടത്തിന് ഉതകുന്ന തരത്തിൽ, അല്ലെങ്കിൽ പൊതുവേ അവരുടെ മനസ്സിന് ആഗ്രഹിച്ച സംതൃപ്തി നൽകുന്ന തരത്തിലുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് അവർക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും. മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരവസ്ഥ പൊതുവേ കാണുന്നുണ്ട്. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് അറുതി വരുന്നതായി കാണുന്നു. വേണ്ടപ്പെട്ടവരുടെ രോഗാതുരമായ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. പൊതുവേ ദുരിതം, കഷ്ടപ്പാട്, ഋണം, കടം, രോഗം എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിക്ക് സ്വയം അനുഭവിക്കുന്ന കാര്യം മാത്രമല്ല. ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് അത്തരം അവസ്ഥകൾ വന്നാലും അത് സ്വന്തം രോഗമായും സ്വന്തം കടബാധ്യതയായും സ്വന്തം മാനസിക വിഷമമായും ഒക്കെ ചിന്തിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരിൽ പെട്ടവർക്ക് ഇപ്പോൾ അതിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതായി കാണുന്നു. ഒന്നുകിൽ കടം മാറുന്നതിൻ്റെ അവസ്ഥയിൽ, അല്ലെങ്കിൽ ദുരിതം അവസാനിക്കുന്നതിൻ്റെ അവസ്ഥയിൽ ഒക്കെ ആവാം അത് വരിക. എന്തായാലും അത് വരുന്നു എന്നുള്ള കാര്യം വളരെ അനുഗ്രഹമുള്ള കാര്യമാണ്. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ 6-ൽ നിൽക്കുന്ന ശനിയിലേക്ക് പോകുന്നുണ്ട്. തുലാക്കൂറിനെ സംബന്ധിച്ച് സന്താനങ്ങളുടെ ദോഷാവസ്ഥകൾക്കുമൊക്കെ ഒരു അറുതി ഉണ്ടാവണം. രാഹു 5-ൽ നിൽക്കുന്നത് കൊണ്ട് സന്താനങ്ങളെ ചൊല്ലി ഇല്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിന് വിഷമം വരുത്തുന്ന ഒരു ഏർപ്പാട് തുലാക്കൂറിൽപ്പെട്ടവർക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ സന്താനങ്ങളെ സംബന്ധിച്ചത് അത്ര ദോഷകരമാവണമെന്നില്ല. അവരുടെ കോമ്പറ്റീറ്റീവായിട്ടുള്ള അവരുടെ ഇൻ്റലിജൻസ് അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിൽ കാണുന്നുണ്ട്. എന്നാലും ഈ ആശങ്കകൾ ഇവരെ ഇപ്പോൾ പേറുമെന്ന് കാണുന്നു. രോഗം എന്ന് പറയുന്നത് മനസ്സിൻ്റെയാണ് ഇപ്പോഴും. അതൊരു പക്ഷേ അനുഭവങ്ങൾ അവർക്ക് ഏൽപ്പിച്ച കയ്പ് കൊണ്ടാവണം. ആ അനുഭവങ്ങൾ, ആ വെളിച്ചത്തിൽ ഇവർക്കിപ്പോഴും മാനസികമായൊരു ധൈര്യത്തിന് അവസ്ഥ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും ചിലപ്പോൾ ഈ മറ്റുള്ളവരുടെ കൗൺസിലിങ്ങിൻ്റെയൊക്കെ അവസ്ഥയിലോട്ടൊക്കെ കൗൺസിലിങ്ങിനൊക്കെ പോകേണ്ടി വരുന്നൊരവസ്ഥയൊക്കെ വരുന്നതായി കാണുന്നുണ്ട്. അല്ലാതെ ശാരീരികമായ രോഗാവസ്ഥകൾ ചിന്തിക്കേണ്ടത് ഇവരെ സംബന്ധിച്ചിടത്തോളം മുഖം, അതുപോലെ തന്നെ വാക്ക്, ഇത് വളരെ സൂക്ഷിക്കണം. മുഖത്തിന് അപകട സാധ്യതകൾ കാണുന്നുണ്ട്. തീയ്, ഇലക്ട്രിസിറ്റി, ഇതുമായി ബന്ധപ്പെട്ട് മുഖം വളരെ അടുത്തു വച്ചുകൊണ്ട് തീയോടോ വൈദ്യുതി ഉപകരണങ്ങളോടോ ഒക്കെ ഇരിക്കുന്ന അവസ്ഥ വളരെ സൂക്ഷിക്കണം. അതിൽ നിന്നൊക്കെ അപകടമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അയൽക്കാരനുമായോ തൊട്ടയൽപ്പക്കത്തുള്ളവരുമായിട്ടൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ഭൂമി സംബന്ധമായോ മറ്റേതെങ്കിലും സോളിഡായിട്ടുള്ള വസ്തുവുമായി ബന്ധപ്പെട്ട് വഴക്കോ കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ഉണ്ടാകാം. കുറച്ച് ഭൂമി ഇവരിലേക്ക് വരുന്നതായി കാണുന്നു. നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിരുന്ന ഭൂമി ഇവർക്ക് തിരിച്ചു കിട്ടുന്നതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പ്രായാധിക്യമുള്ള കാരണവസ്ഥാനത്തുള്ള വ്യക്തികളുടെ ശാരീരികമായ അവശത, അതൊക്കെ വളരെ ശ്രദ്ധിക്കണം ഇവർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ മാസത്തിൽ, അതായത് നവംബർ മാസത്തിൽ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2 ഉച്ചകഴിഞ്ഞ് 3, 4, 5, 6 ഉച്ചവരെയും, ശേഷം 10 ഉച്ചകഴിഞ്ഞ് 11, 12, 13, 14 വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 18, 19, പിന്നെ 22, സായാഹ്ന ശേഷം 23, 24, അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഗുണം കിട്ടുന്നത് 30-ാം തീയതിയുമാണ്. ഇത്രയുമാണ് ഇവർക്ക് ഈ മാസത്തിലെ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങൾ. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും വിദേശവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ധനം ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ആ ധനം വന്നു തുടങ്ങുന്ന അവസ്ഥ, അതിന് സാക്ഷ്യപ്പെടുത്തുന്ന ഏതെങ്കിലും പോസിറ്റീവായ തീരുമാനങ്ങളോ മാറ്റങ്ങളോ ഈ മാസത്തിൽ ഉണ്ടാകുന്നതായി കാണാം. അതുമല്ലെങ്കിൽ വിദേശത്ത് പോകാൻ തടസ്സമുണ്ടായിരുന്നത് പോകാൻ സാധിക്കുന്നു. പഠനത്തിനോ ജോലിക്കോ അവിടെ സ്ഥിരതാമസത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കോ ഉണ്ട വിഘ്നങ്ങളൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. പൊതുവെ വിജയത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. ഈശ്വരൻ കൈപിടിച്ചവരെ പല വിജയത്തിലേക്കും ധനാഗമ മാർഗങ്ങളിലേക്കും കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം ശരീരം, മനസ്സ് ഇത് വല്ലാതെ തിടുക്കപ്പെട്ട് ആശങ്കപ്പെട്ടിരുന്നിരുന്ന ഒരു കാലം കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഗുണമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 2026-ലൊക്കെ കൂടുതൽ അവസ്ഥകളിലേക്ക് വരും, നല്ല ഗുണങ്ങളിലേക്ക് വരും. തൽക്കാലം ഇതൊരു ഗുണമാണ്. മാത്രമല്ല ഇപ്പോഴിവിടെ ഇവർ ശ്രദ്ധിക്കേണ്ടത് ചില പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഇവരെ വിളിച്ചുകൊണ്ട് പോവുകയോ ഇവരെ സാക്ഷിയാക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഒരുപക്ഷെ ഇവർ കൂടി ആസൂത്രണം ചെയ്ത പ്ലാനിംഗ് ഒക്കെ ആകാം. ഒടുവിൽ അത് വിട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്, പരിഹസിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ അവസ്ഥയ്ക്കൊരു മാറ്റം വരുന്നു. തങ്ങൾ ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ കൃത്യമായി അവർക്ക് അവരുടേതായ സിഗ്നേച്ചർ അർപ്പിക്കാൻ സാധിക്കുന്നതായി കാണുന്നു. അത് വിജയത്തിൻ്റെ സിഗ്നേച്ചറായി മാറുകയും ചെയ്യുന്നു. മാതാവിന്
ഒരു പരിധിവരെ ഉണ്ടായിരുന്ന ദോഷാവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുന്നതായി കാണാം. അതായത് ഈ വൃശ്ചികക്കൂറിൽപ്പെട്ടവരുടെ മാതൃകുടുംബത്തിലോ മാതാവിനോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള അവശതകളോ ആശങ്കകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊരു മാറ്റമുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ചില അസ്വസ്ഥതകൾ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത്. സ്ത്രീ മുഖേന ഇവർ സ്ത്രീകളാൽ ദുഃഖിക്കുകയോ സ്ത്രീ മുഖേന എന്തെങ്കിലും ദോഷമുണ്ടാകുകയോ ചെയ്യുന്നതിനും ഒരു മാറ്റം വരുന്നതായി കാണുന്നു. ജീവിതത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ളൊരു അവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും തങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അതിഥി വരിക, പുതിയൊരു ജീവിതം ആരംഭിക്കുക, ആ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകുന്നു. എന്തായാലും ഫേസ് ഓഫ് ലൈഫ് അത് മാറുകയാണ് വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. സാമ്പത്തികവും അതുപോലെ ജീവിത വിജയവും ഒരുമിച്ച് ഇവരുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നു. അതിന് തക്കവണ്ണമുള്ള ഈശ്വരാധീനം ഇവരിലേക്ക് വരുന്നു. ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ശരീരം വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ചൂട്, അതുപോലെ തന്നെ വൈദ്യുതി, അഗ്നി, അതുപോലെ ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള ആയുധങ്ങൾ, വലിയ മെഷീനറീസ്, ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവർ അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പൊതുവേ ഒരു ചുറുചുറുക്കും ഒക്കെ ഇപ്പോൾ വർദ്ധിക്കും. അത് ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ശാരീരികമായ ചില അവസ്ഥ വരാം. ശസ്ത്രക്രിയയ്ക്ക് നേരത്തെ ഒരു ചാൻസ് ഉണ്ടായിരുന്നവർ അത് ഇപ്പോൾ അതിന് വിധേയയാകേണ്ട അവസ്ഥ സ്ത്രീയായാലും പുരുഷനായും വേണ്ടി വന്നേക്കാം. മറ്റ് ദോഷങ്ങളൊന്നും ഇപ്പോൾ ഇവരെയില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം നവംബർ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4-ാം തീയതി ഉച്ച കഴിഞ്ഞ് 5, 6, 7, 8 ഉച്ച വരെ, ശേഷം 12 സന്ധ്യ കഴിഞ്ഞ് 13, 14, 15, 16, 17, 20, 21, 22 സായാഹ്നം വരെ, അത് കഴിഞ്ഞാൽ 25, 26, 27 ഉച്ച വരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ് നവംബർ മാസത്തിൽ വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും വ്യാഴം 8-ലോട്ടാണ് പോകുന്നത്. വ്യാഴത്തിൻ്റെ 8-ലെ സ്ഥിതി പലരും പറയുന്നുണ്ട് 8-ൽ വ്യാഴം പോയാൽ ദോഷമാണ് എന്ന്. ആചാര്യന്മാരുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന പ്രധാന കാര്യമെന്ന് പറയുന്നത്, പഠിച്ചതല്ലേ പാടാൻ പറ്റൂ നമുക്ക്, പറയുന്നത് ഏത് ഗ്രഹം മോശം ഭാവത്തിൽ ചെന്ന് നിന്നാലും അത് സ്ഥാനബലത്തോടെ നിന്നാൽ മോശത്തെ പറയരുത് എന്നാണ്. ഇവിടെ ധനു ലഗ്നത്തിൻ്റെ അധിപൻ തന്നെ വ്യാഴമാണ്. ആ ഒരു ക്രെഡിറ്റ് തന്നെ ആദ്യം കിട്ടുന്നു വ്യാഴത്തിന്. അങ്ങനെയുള്ള വ്യാഴം അഷ്ടമത്തിൽ പോയി നിൽക്കുമ്പോൾ 6, 8, 12 ദുഷ്ടസ്ഥാനങ്ങൾ തന്നെയാണ്. പക്ഷേ 8 ഭാഗ്യവശാൽ ഇവിടെ കർക്കിടക രാശിയായി വരികയും ജന്മലഗ്നാധിപനായ വ്യാഴം അവിടെ പോയി നിൽക്കുകയും ചെയ്താൽ ഈ ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ദോഷമൊന്നും വരില്ല. ചിലരൊക്കെ വെല്ലുവിളി പോലെ പറയുന്ന കേട്ടു, ധനുക്കൂറിന് 8-ലാണ്, അവരോട് ചോദിച്ചു നോക്കൂന്ന്. ആയതല്ലേ ഉള്ളൂ, ഡിസംബർ 5 വരെ വ്യാഴമുണ്ട്. വരുന്ന ഗുണത്തെ ആ ഡിസംബർ 5-ന് ശേഷം പറയൂ. അഷ്ടമത്തിൽ നിൽക്കുന്ന, കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം അവരെ ദ്രോഹിച്ചുവെന്ന്. പൊടുന്നനവെ തുടങ്ങുമ്പോഴേ എടുത്തു ചാടാൻ നിൽക്കരുത്. ഇതൊക്കെയാണ് പലരുടെയും ഈ കാര്യത്തിൽ ഒരു ക്ഷമയുമില്ല. ജീവിതത്തിൽ അല്പം ക്ഷമ വേണം. സമയമനുസരിച്ചേ കാലമെല്ലാം ചെയ്തു തരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അഷ്ടമത്തിൽ നിൽക്കുന്ന ഈ വ്യാഴം ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ദോഷം ചെയ്യില്ല. ഓർക്കാപ്പുറത്ത് ഇവർക്ക് ഇപ്പോൾ അശനിപാതം പോലെ അവരുടെ മേൽ വീഴുന്ന ദുർവിധികൾക്കൊരു മാറ്റമുണ്ടാകും. ഓർക്കാപ്പുറത്ത് പണം അവരിലേക്ക് വന്നു ചേരും. ഓർക്കാപ്പുറത്ത് ചില വിജയങ്ങൾ അവരിലേക്ക് ഉണ്ടാകും. തോറ്റുപോകും, താൻ പരാജയപ്പെടും, താൻ ഏതെങ്കിലും വിധത്തിൽ പരിഹസിക്കപ്പെടും എന്നൊക്കെ വിചാരിച്ചിരുന്ന വ്യക്തികൾക്ക് സ്വാഭാവികമായും ഒരു വിജയവും ഭാഗ്യവും വന്നു ചേരും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ കർമ്മരംഗത്ത് നന്നായി ശോഭിക്കാൻ സാധിക്കും. അതുപോലെ വ്യക്തി ജീവിതത്തിലും അവർക്കുണ്ടായിരുന്ന ചില തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, അതിനൊക്കെ ഒരു മാറ്റം കാണുന്നുണ്ട്. അനവസരത്തിൽ ഓർക്കാപ്പുറത്തായിരിക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ വരിക. അതുകൊണ്ട് സർവേശ്വരനായ വ്യാഴം ഈ 8-ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിലും കർക്കിടക രാശിയിൽ നിന്നുകൊണ്ട് തീർച്ചയായും ഈ പറയുന്ന ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ അനുഗ്രഹിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുപോലെ തന്നെ 11-ൽ നിൽക്കുന്ന ശുക്രനും ഇവർക്ക് ഗുണത്തെ ചെയ്യും. സാമ്പത്തിക ലാഭം, വർക്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ മികവ്, അതുപോലെ തന്നെ വീട്ടിൽ അവർക്ക് പുതിയ വീട്ടുപകരണങ്ങൾ, വിലപിടിപ്പുള്ള വീട്ടുപകരണങ്ങൾ വാങ്ങുക, സമൂഹത്തിൽ മാന്യതയോടുകൂടി നടക്കാൻ സാധിക്കുമാറ് വിലപിടിപ്പുള്ള മോടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ സാധിക്കുക, മോടിയുള്ള വാഹനം വരിക, നല്ല വീട്ടിൽ താമസിക്കാൻ സാധിക്കുക തുടങ്ങിയ സത് അനുഭവങ്ങളൊക്കെ ഇവരിലേക്ക് വന്നു ചേരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ചില ബന്ധങ്ങൾ കുറച്ചുകൂടി പൂവണിയും, അതുപോലെ തന്നെ ചില ബന്ധങ്ങളിലുണ്ടായിരുന്ന പ്രവർത്തന ദോഷങ്ങൾക്ക് മാറ്റം വരും.
ദാമ്പത്യ ബന്ധത്തിൽ കുറച്ചുകൂടി സുഖമുണ്ടാകും. അതുപോലെ തന്നെ കമിതാക്കൾ തമ്മിലുണ്ടായിരുന്ന കലഹത്തിനൊക്കെ ഒരു അറുതി വരാൻ സാധ്യതയുണ്ട്. മൂത്ത സഹോദരൻ്റെയോ സഹോദരിയുടെയോ സ്ഥാനത്തു നിന്ന് വിദേശത്തു നിന്നൊക്കെ ധനസഹായമോ മറ്റു വിധത്തിലുള്ള സഹായങ്ങളോ ഇവരിലേക്ക് വന്നു ചേരും. പൊതുവേ ഏത് ദോഷാവസ്ഥയിലും ഇവരുടെ മനസ്സിന് വളരെ ശക്തിയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഒരു കരുതലുണ്ടായിരുന്നു. ആ കരുതൽ ഇപ്പോൾ ഇവർക്ക് വർദ്ധിക്കും പുറമേ നിന്നുള്ള ഈശ്വരാനുഗ്രഹത്താൽ. അതുകൊണ്ട് ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നല്ലതാണ്. ശാരീരികമായി ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ ശ്രദ്ധിക്കണം. ചിലപ്പോഴെങ്കിലും ചില യാത്രകൾക്ക് തടസ്സം വന്നേക്കാം, എന്നാൽ അത് പിന്നീട് മാറുകയും ചെയ്യും. നവംബർ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഇവർക്ക് ഇവരുടെ പിതാവിനോ അല്ലെങ്കിൽ ഇവർക്ക് തന്നെയോ കണ്ണിനോ ഹൃദയത്തിനോ ഞരമ്പുകൾക്കോ രോഗാവസ്ഥ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നവംബർ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2 ഉച്ചവരെ, അത് കഴിഞ്ഞാൽ 6 ഉച്ച കഴിഞ്ഞ് 7, 8, 9, 10 ഉച്ചവരെ, ശേഷം 15, 16, 17, 18, 19, അത് കഴിഞ്ഞാൽ 22 സായാഹ്ന ശേഷം 23, 24, അത് കഴിഞ്ഞാൽ 27 ഉച്ച കഴിഞ്ഞ് 28, 29 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 7ാം ഭാവത്തിൽ ഉച്ചനായിട്ട് നിൽക്കുന്നു. സർവേശ്വരൻ നേരെ എതിരെ വന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത് പോലെ തന്നെ ചിന്തിക്കണം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവർക്കിപ്പോൾ സർവാനുഗ്രഹങ്ങളും വന്നു ചേരുന്ന അവസ്ഥ കാണുന്നുണ്ട്. വിചാരിച്ച കാര്യങ്ങളൊക്കെയും നടക്കണം. പ്രത്യേകിച്ച് സാമ്പത്തികത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, സതുദ്ദേശത്തോടു കൂടി സമൂഹത്തിന് ഗുണകരമായി ചെയ്യുന്ന കാര്യങ്ങൾ, ജലവുമായി ബന്ധപ്പെട്ട, യാത്രയുമായി ബന്ധപ്പെട്ട, മെഡിസിനുമായി ബന്ധപ്പെട്ട, ഫാർമസിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, വസ്ത്രം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇവർക്ക് വിജയമുണ്ടാകണം. വെളുത്ത വസ്തുക്കൾ ഇതൊക്കെ ഉപയോഗിച്ച്, പാല്, വെള്ള വസ്ത്രങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്നവർക്ക് അതിൽ കൂടുതൽ വരവോ കൂടുതൽ ബിസിനസ്സോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടുള്ള കച്ചവടത്തിന് കൂടുതൽ സാധ്യത കാണുന്നു. പിന്നെ ഏറ്റവും പ്രധാനം ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗം കുറച്ചുകൂടി, ഇവരുടെ ബേസ് കർമ്മരംഗം അല്പം ശ്രദ്ധിക്കണം. ചില സ്ത്രീകൾ ചിലപ്പോൾ ഇവർക്ക് പാരവയ്ക്കാൻ സാധ്യതയുണ്ട്. മകരക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രന്മാർക്ക് സ്ത്രീകളാലും മകരക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് പുരുഷന്മാരാലും ചില പണികൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാലും ഇതിനെ അതിജീവിക്കുന്ന തരത്തിലുള്ള ഇവരുടെ കർമ്മശേഷിയും സാമ്പത്തിക ശേഷിയും ഒക്കെ തന്നെ വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഒരു യോഗം എന്നപടി ഇവർക്കിപ്പോൾ പുതിയ വീട് വാങ്ങാനുള്ള യോഗമോ, പുതിയ വസ്ത്രം, പുതിയ വീട്ടുപകരണങ്ങൾ, പുതിയ വാഹനം ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ചിലർക്കെങ്കിലും ചില പുതിയ ബന്ധങ്ങൾ കടന്നു വരാം. അതുവഴി പുതിയ ചില ആശയങ്ങളും പുതിയ ചില ജീവിത സാഹചര്യങ്ങളും അവർക്കുണ്ടാകാം. വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹത്തിൻ്റെ തീരുമാനങ്ങളാകാം. കുടുംബത്തിൽ വാടകയ്ക്കൊക്കെ താമസിച്ചിരുന്നവർക്ക് സ്വന്തം വീട് എന്ന സ്വപ്നം പൂവണിയാനുള്ള സമയവും ഈ മാസത്തിൽ കാണുന്നു, അല്ലെങ്കിൽ അതിനുള്ള തുടക്കങ്ങൾ ഈ മാസത്തിൽ കാണുന്നു. ഇവർ സാമ്പത്തികം നല്ലവണ്ണം വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അത് വളരെ സോളിഡായിട്ടുള്ള സാമ്പത്തിക വരവിൻ്റെ സോളിഡ് സക്സസ് ഇവർക്ക് നേടാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നാവ്, പല്ല്, മൂക്ക്, മോണ, കണ്ണുകൾ, തലയോട്ടി, അതായത് തലയിലെ ഈ രോമം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള തരത്തിൽ പൂപ്പൽ പോലുള്ള അസുഖങ്ങൾ വരിക, ഇതിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. തങ്ങളുടെ വാക്കുകൾ തെറ്റായ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാം, അപവാദ കഥകൾ ഉണ്ടാകാം, അത് ശ്രദ്ധിക്കണം. ബാക്കി പിന്നെ ഉള്ളത് ആരോഗ്യമാണ്. വളരെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും അസുഖങ്ങൾ നേരത്തെ ഉള്ളവർ ആ കാര്യത്തിൽ ഒരു നിയന്ത്രണം വരുത്തുക. വിദഗ്ധരെ കണ്ട് മരുന്നുകളൊക്കെ കഴിച്ച് അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോവുക. ഉപേക്ഷയും അലസതയും ഇപ്പോൾ ആരോഗ്യത്തെയും അപകടത്തെയും വർദ്ധിപ്പിക്കുമെന്ന കാര്യം മറക്കാതിരിക്കുക. ഈ നവംബർ മാസം മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ 2 ഉച്ച കഴിഞ്ഞ് 3, 4 ഉച്ച വരെ, ശേഷം 8 ഉച്ച കഴിഞ്ഞ് 9, 10, 11, 12 സന്ധ്യ വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 18, 19, 20, 21, 22 സായാഹ്നം വരെയും, ശേഷം 25, 26, 27 ഉച്ച വരെയും, അത് കഴിഞ്ഞാൽ 30-ാം തീയതിയും താരതമ്യേന ഗുണമാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം അനിഷ്ട സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നതെങ്കിലും സ്ഥാനബലം കൊണ്ട് വ്യാഴം ഇവരെ സഹായിക്കും. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ കുറേ കാലമായി ഏതെങ്കിലും തരത്തിലുള്ള കടബാധ്യതയോ ഏതെങ്കിലും തരത്തിലുള്ള വിഘാതമോ ഇവരുടെ ജോലിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്നു.
ജോലി ഇവർക്ക് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഈ മാസത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ദേവിയുടെ അനുഗ്രഹവും അതുപോലെ സർവേശ്വരൻ്റെ അനുഗ്രഹവും ഒരുപോലെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ മാറുന്നു. കർമ്മസ്ഥലത്ത് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് നിൽക്കാൻ ഇവർക്ക് സാധിക്കുന്നു. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടാക്ടിക്സ് കൊണ്ട് ഏതെങ്കിലും പ്രത്യേകമായ സ്കില്ല് കൊണ്ട് ജീവിക്കുന്നവർക്ക് മാസത്തിൻ്റെ അവസാന ആഴ്ച അല്പം ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. പൊതുവേ ഇവരുടെ കർമ്മരംഗം വളരെ സ്ട്രോങ് ആണ്. നന്നായി അധ്വാനിക്കുകയും നന്നായി വർക്ക് ചെയ്യുകയും കഠിനശ്രമം നടത്തുകയും ചെയ്യുന്നതുകൊണ്ട് കൃത്യമായ വരുമാനം ഇവരിലേക്ക് വന്നു ചേരുന്നതായി കാണുന്നുണ്ട്. സ്വന്തം വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ വീട് നിർമ്മാണത്തിനോ വാഹനം വാങ്ങുന്നതിനോ ആരോഗ്യ സംരക്ഷണത്തിനോ കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിനോ ഒക്കെ പണം ചെലവഴിക്കുന്നതാണ് കാണുന്നത്. എന്നാൽ പോലും അതൊരു ചെലവല്ല, അതിൻ്റെ ഇരട്ടിയായിട്ട് ഇവരിലേക്ക് പണം വന്നു ചേരുമെന്ന് കാണുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനം, ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉദരവുമായി ബന്ധപ്പെട്ടോ വസ്തി പ്രദേശവുമായി അരക്കെട്ട് ഭാഗത്തോ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു മാറ്റം വരുന്നു. പേശികൾക്കും നട്ടെല്ലിൻ്റെ കീഴ്ഭാഗത്തുമൊക്കെ ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾക്ക് മാറ്റമുണ്ടാകുന്നു. പിന്നെ പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം മുഖമല്പം ശ്രദ്ധിക്കണം. ഏത് കാര്യവും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ ഇവർക്കിപ്പോഴും കഴിയുന്നതായി കാണുന്നില്ല. അല്പം താമസിക്കും. പൊതുവേ ഒരു ഇഴച്ചിലുണ്ടെന്ന് തോന്നും. പക്ഷേ അത് മുടക്കം വന്നിരുന്ന പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള ശാരീരിക മാനസിക സാമ്പത്തിക ശേഷി ഇവർക്കുണ്ടാകുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ശരീരം ശ്രദ്ധിക്കണം. കാണാ അസുഖങ്ങൾ ഉണ്ടാകാം, ഇൻഫെക്ഷൻ ഉണ്ടാകാം, ത്വക്ക് സംബന്ധമായ രോഗങ്ങളുണ്ടാകാം, ഇന്നർ ഇൻഫെക്ഷൻസ്, കാണാത്തത് ചില അസുഖങ്ങൾ, അതൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ വെളിവാകപ്പെട്ടെന്നിരിക്കാം. സീരിയസ് ആയ ഒരവസ്ഥയിലോട്ടൊന്നും പോകില്ലെങ്കിലും ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുടെ ആരോഗ്യവും ശ്രദ്ധിക്കണം. ജെനിറ്റൽ ഓർഗൻസ് ഭാഗങ്ങളും ലോവർ അബ്ഡമിൻ ഭാഗവും ഈ നക്ഷത്രക്കാരും അവരുടെ ജീവിത പങ്കാളിയും ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നവംബർ മാസത്തെ നല്ല ദിവസങ്ങൾ 1, 2 ഉച്ചവരെ, ശേഷം 4-ാം തീയതി ഉച്ചകഴിഞ്ഞ് 5, 6 ഉച്ചവരെ, അത് കഴിഞ്ഞാൽ പിന്നെ 10 ഉച്ചകഴിഞ്ഞ് 11, 12, 13, 14, ശേഷം 20, 21, 22, 23, 24, അത് കഴിഞ്ഞാൽ പിന്നെ 27 ഉച്ചകഴിഞ്ഞ് 28, 29 താരതമ്യേന ഗുണമുള്ള ദിവസമാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഭാഗ്യസ്ഥാനം ഇവർക്ക് വളരെ ശക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു. പ്രവർത്തിക്കുന്ന മേഖലകളിൽ തടസ്സമുണ്ടായിരുന്നത് മാറുന്നു. പ്രവർത്തിക്കുന്ന മേഖലകൾ ശരാശരി വിജയത്തിൽ നിന്ന് പൂർണ്ണ വിജയത്തിലേക്ക് മാറുന്നു. സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. യാത്ര കൊണ്ട് ഗുണമുണ്ടാകുന്നു. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ മനസ്സിന് തൃപ്തി നൽകുന്ന വിജയമുണ്ടാകുന്നു. അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ മംഗളകരമായ കാര്യങ്ങളിലോ നേട്ടമുണ്ടാകുന്നു. ഏതെങ്കിലും തരത്തിൽ ശാരീരികമായ അവശത ഉണ്ടായിരുന്നവർക്ക് ശരീരത്തിലേക്ക് ഈശ്വരൻ്റെ ദൃഷ്ടി പതിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായി സുരക്ഷ ഉണ്ടാകുന്നു. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ശക്തി വരുന്നത് പോലെ മീനക്കൂറുകാർക്ക് തോന്നുന്നു. അഷ്ടമത്തിലെ ശുക്രനും ഇവർക്കൊട്ടും ദോഷം ചെയ്യില്ല. 9-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ ശ്രദ്ധിക്കണം. പിതാവിനത്ര നല്ലതല്ല. പ്രത്യേകിച്ചും നവംബർ മാസം പകുതിക്ക് ശേഷം ശ്രദ്ധ വേണം. പിതാവിനോ പിതൃതുല്യരായ വ്യക്തികൾക്കോ കാരണവസ്ഥാനത്തുള്ളവർക്കോ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, അപകടകരമായ അവസ്ഥകൾ ഇതിനെ നേരിടേണ്ടി വന്നേക്കാം. അത് വളരെ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടി വരികയോ വിധേയയാകേണ്ടി വരികയോ ചെയ്തേക്കാം. ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. ഇവർക്ക് ത്വക്ക് സംബന്ധമായ അസുഖവും പ്രശ്നവും ഉണ്ടാകാമെങ്കിലും ഇപ്പോഴത്തെ ഒരു അനുഗ്രഹം ഇവർക്ക് പൊതുവെ ഗുണമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും സാമ്പത്തികം ഉണ്ടാക്കുന്ന കാര്യത്തിലെ കർമ്മ പദ്ധതികൾക്കും ഇവർക്ക് ദോഷമുണ്ടാകില്ല. ജീവിത പങ്കാളിക്ക് ഉദരസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാമെന്ന് പറയുന്നു. ചിലപ്പോൾ ചിലർക്കെങ്കിലും ഈ മീനക്കൂറിൽപ്പെട്ടവരുടെ പുരുഷന്മാരുടെ ഭാര്യമാർക്ക് ഗർഭം അലസിപ്പോകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് അവരുടെ ഗ്രഹനില പ്രകാരമൊക്കെ കുറച്ചുകൂടി വ്യക്തമായി പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാലും ഒരു ചെറിയ സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ധനപരമായ വരവ്, പ്രവർത്തനങ്ങളിൽ വിജയം, ഭാഗ്യം സർവത്ര വന്നിരിക്കുന്നു എന്നതാണ്. ഓർക്കാപ്പുറത്തായിരിക്കും ഇവർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഉണ്ടാകുക. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണം. പിതാവിന് ദോഷാവസ്ഥ കാണുന്നുണ്ട്. ചില യാത്രകൾ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടതായി വരാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നവംബർ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2 ഉച്ചകഴിഞ്ഞ് 3, 4 ഉച്ചവരെ, അത് കഴിഞ്ഞാൽ 6 ഉച്ചകഴിഞ്ഞ് 7, 8 ഉച്ചവരെ, ശേഷം 12 സന്ധ്യ കഴിഞ്ഞ് 13, 14, 15, 16, 17, അത് കഴിഞ്ഞാൽ പിന്നെ 22 സായാഹ്ന ശേഷം 23, 24, 25, 26 ഉച്ചവരെയും, അത് കഴിഞ്ഞാൽ 30-ാം തീയതിയും ഗുണകരമായ ദിവസങ്ങളാണ്. ഓം ശനൈശ്വരായ നമഃ എന്ന് ജപിക്കുക. ശനിദോഷ പരിഹാരത്തിന് ശാസ്താവിന്
ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക ശനിദോഷ പരിഹാരത്തിന്. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി ശാസ്താവിനോ അയ്യപ്പസ്വാമിക്കോ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ കറുത്ത പട്ട് സമർപ്പിക്കുക, അല്ലെങ്കിൽ കടും നീല നിറത്തിലുള്ള പട്ട് സമർപ്പിക്കുക. കാക്കയ്ക്ക് ഇടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. പിന്നെ എള്ള് കിഴികെട്ടി കത്തിക്കുക. അതുപോലെ തന്നെ കടുംപായസം കഴിപ്പിക്കുക. ഇതൊക്കെ വളരെ നല്ലതാണ്. ജപം പരമപ്രധാനം. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. വ്യാഴദോഷത്തിന് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. വ്യാഴാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി വിഷ്ണുസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. പാൽപ്പായസ നൈവേദ്യമോ നെയ്വിളക്ക് കത്തിക്കലോ അതും ഏറ്റവും നല്ലതാണ്. അതുപോലെ ഓം നാഗായ നമ എന്ന് ജപിക്കുക, അല്ലെങ്കിൽ ഓം അനന്തായ നമ എന്ന് ജപിക്കുക. നാഗദോഷ പരിഹാരത്തിനായി നാഗദൈവങ്ങൾക്ക് നൂറും പാലും അർപ്പിക്കുക, അർച്ചന നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. ഓം ഗം ഗണപതയെ നമ എന്ന് ഗണപതിക്ക് പ്രാർത്ഥന നടത്തുക, ഗണപതിയെ സ്തുതിക്കുക, ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക, നാളികേരം ഉടയ്ക്കുക, ഉണ്ണിയപ്പ നിവേദ്യം, ഇതെല്ലാം കേതുദോഷ പരിഹാരത്തിനും നല്ലതാണ്. എല്ലാവർക്കും നവംബർ മാസം നല്ല മാസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.